ഗോതമ്പ് പൊടി കൊണ്ടേ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കിയാലോ? ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കൂ. അധികം തേച്ച് കുഴച്ച് ബുദ്ധിമുട്ടാതെ എളുപ്പത്തിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീറ്റ് ബ്രെഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. മൈദയോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വീറ്റ് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കുറവ്. ഇപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഈസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തേക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒരു 5 മിനിറ്റോടെ അടച്ചു വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ആശീർവാദ് ആട്ടയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണൊക്കെ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും, കൂടുതൽ സോഫ്റ്റും ആയിരിക്കും. ബട്ടറിന് പകരം ഓയിലായാലും മതി. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് മൊത്തമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണ ബ്രെഡിൻ്റെ മാവ് പോലെയല്ല. സാധാരണ ബ്രെഡിൻ്റെ മാവ് കുറച്ചുകൂടെ ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ കുഴയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം കുഴയ്ക്കാതെ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അടച്ചു വെച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ച് കൈ അതിൽ മുക്കി ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ വലിച്ചങ്ങ് ഇതുപോലെ അങ്ങ് കുഴയ്ക്കാം. കുഴയ്ക്കല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ കൈ വെള്ളത്തിൽ മുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. ഒരുപാട് സമയമൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്നും മടക്കി എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് അതിൻ്റെ ഒരു ടെക്സ്ചർ കുറച്ചൊന്ന് മാറി വരും. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം അരമണിക്കൂർ വരെ. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതുപോലെ തന്നെ കൈ വെള്ളത്തിൽ മുക്കി ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. വെള്ളമാക്കുന്ന സമയത്ത് കയ്യിലൊന്നും പറ്റുമൊന്നുമില്ല. സാധാരണ ബ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കുഴച്ച് തേച്ച് കുഴയ്ക്കണം. അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട. ഇപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇത് മതി. ഇനി നമുക്ക് ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു ട്രേ ആണ്. ഒരു 7.5 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയും വരുന്ന ഒരു കേക്ക് ട്രേ ആണ്. ആ ഒരു ട്രേയിൽ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാരണ ചോറ്റും പാത്രമൊക്കെ ഉണ്ടാവില്ലേ വീട്ടിലുള്ള, സ്ക്വയറിലുള്ളതായാലും അല്ലെങ്കിൽ റൗണ്ടിലുള്ളതായാലും ഏതായാലും കുഴപ്പമില്ല. അതിലെടുക്കാം. നമുക്ക് മാവെടുത്ത് ഇതിലേക്ക് വെച്ച് എല്ലായിടത്തും അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലായിടത്തും സ്പ്രെഡാക്കിയിട്ടുണ്ട്. നമുക്കൊരു നനഞ്ഞ തുണിയിട്ടങ്ങ് അടച്ചു വെക്കാം. ഇത് നമുക്ക് 1 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓവൻ സെറ്റപ്പ് ചൂടാക്കാനായിട്ട് വെക്കാം. സാധാരണ അലൂമിനിയം പാത്രമാണ്. ഒരു റിങ്ങും ഇറക്കി വെച്ച് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്നുകിൽ മുട്ടയുടെ മഞ്ഞ ഒന്ന് മിക്സ് ആക്കിയിട്ട് തേച്ച് കൊടുക്കാം. ഇപ്പോൾ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് അതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ബ്രെഡിന് പുറം ഭാഗത്ത് കുറച്ചൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്ത എള്ള ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ട്രേ അതിലേക്ക് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ വെക്കുന്ന മീഡിയം ഫ്ലെയിമിൽ അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടുതൽ, ഒത്തിരി ഹൈ വെക്കണ്ട, എന്നാൽ മീഡിയത്തിൻ്റെ ഇടയ്ക്ക് ആ ഒരു ചൂട്, അത്യാവശ്യം നല്ല ചൂടിൽ വേണം നമ്മൾ ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയം അടുപ്പത്ത് വെക്കാതെ പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുക. ഇങ്ങനെ ഒരു 15 മിനിറ്റ് വെക്കാം. ഇപ്പോൾ അതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓവനിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇപ്പം നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. നമ്മൾ ഓവൻ സെറ്റപ്പ് അല്ലേ, മോൾ ഭാഗത്തുനിന്ന് ചൂടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പതുക്കെ ഇതങ്ങ് ചിരിച്ച് മറിച്ച് വെച്ച് കൊടുക്കാം. മോൾ ഭാഗം അടിയിലാക്കി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് അതേ ചൂടിൽ തന്നെ 5 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുത്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പതുക്കെ എടുത്ത് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇത് ഒരുപാട് എടുത്തങ്ങ് ഇട്ട് കളയരുത് കേട്ടോ. നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം. അടിപൊളി നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഉടനെ തന്നെ ഇതിനകത്ത് തന്നെ എടുക്കണം. ഈ ട്രേക്കകത്തൊന്നും ഉടനെ തന്നെ മാറ്റണം. നമുക്ക് പതുക്കെ സൈഡിൽ കൂടെ കത്തി ഒന്ന് വെച്ചൊന്ന് ഗ്യാപ്പ് ആക്കിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് ഇളകി പോകുന്നുള്ളൂ. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. ബട്ടർ തേക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബ്രെഡ് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും കിട്ടും ബട്ടർ തേക്കുകയാണെങ്കിൽ.
ചെറിയ ചെറിയ പീസസ് ഉള്ള ബട്ടർ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. ഏതായാലും മതി. അത് തേച്ചതിന് ശേഷം നമുക്ക് നല്ല കട്ടിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് വെക്കണം. തുണി നനഞ്ഞ തുണി ആവരുത്. നനഞ്ഞ തുണിയാണ് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും, പക്ഷേ വല്ലാത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പം അതുകൊണ്ട് നനയാത്ത നല്ല കട്ടിയുള്ള ടർക്കി ടവലാണെങ്കിൽ നല്ലത്. ആ ചൂട് അങ്ങനെ തന്നെ നിന്ന് ഒന്ന് തണുത്ത് വരണം പതുക്കെ. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. നല്ല ഭംഗിയില്ലേ ബ്രെഡ് കാണാനായിട്ട്? നമുക്കൊന്ന് മുറിക്കാം. മുറിക്കുമ്പോൾ ആണെങ്കിലും ബ്രെഡ് നൈഫ് ആണെങ്കിൽ മുറിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുറിക്കാം. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചാൽ മതി. അടിപൊളി. ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യാണ്. ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. നമുക്കൊന്ന് മുറിക്കാം. കഴിക്കട്ടെ. നല്ല സോഫ്റ്റാണ്. ശരിക്കും ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചർ അല്ല കേട്ടോ. ഇത് വേറെ തന്നെ ഒരു ടെക്സ്ചറാണ്. ഇതിനകത്തിപ്പം നമ്മൾ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ റേസിങ് ഏജൻസോ ഒന്നും ചേർത്തിട്ടില്ല. അതിൽ നമ്മൾ ആകെ ഈസ്റ്റ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിത് ജാമൊക്കെ തേച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ പൈനാപ്പിൾ ജാമാണ് കേട്ടോ തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ഒരു ബ്രെഡാണ്. അതുകൊണ്ട് പുറത്ത് വെക്കരുത്. ഇന്ന് നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം ബാക്കി നമ്മളിതുപോലെ സിപ്ലോ കവറിലോ അല്ലെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കവറിലോ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പിന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്കിതെടുത്ത് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അടുത്ത ദിവസം ആവി കയറ്റിയെടുത്ത ബ്രെഡാണ്. നല്ല സോഫ്റ്റാണ്. കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും നെക്സ്റ്റ് ഡേ ആവി കയറ്റിയെടുക്കുന്ന സമയത്ത്. അന്ന് തന്നെ വേണമെങ്കിലും ആവി കയറ്റോട്ടോ, കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. ഇതൊക്കെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കണം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും ടേസ്റ്റി ആയിരിക്കും ഈ ഒരു ബ്രെഡ്. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.